ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അല്ലേ, പിള്ളേർ വെക്കേഷൻ ഇങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ തിങ്കളാഴ്ച സ്കൂൾ തുറക്കും. അപ്പോൾ 2 ദിവസം ഒന്ന് നാട്ടിൽ പോയിട്ട് പോരാന്നുള്ളതിൽ പോവാണ്. അപ്പോൾ ഞാൻ ഷോപ്പ് ഇപ്പോൾ രാവിലെ കുറച്ച് സമയം തുറന്ന് ഉച്ചയ്ക്ക് ശേഷം ഉച്ചവരെ തുറന്നു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അടുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ട്. അടുക്കിയൊക്കെ പെറുക്കി വെച്ചിട്ട് വേണം ഇറങ്ങാൻ. വീഡിയോസ് കാണുന്നവർ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. അയ്യോ, അപ്പോൾ അതേ 2 പേരും കൂടെ ഇരുന്നും കണ്ട് അടിപിടി ഉണ്ടാക്കുക. അതായത് താഴത്തെ ആൻറ്റീൻ്റെ മോളും അവരുടെ മോളും കൂടെ ബോംബെയിൽ പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്രണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരവിടെ പോയി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്വീറ്റ്സും പിന്നെ ഈ പെൻസില്, ഡയറി, പിന്നെ മുടിയിലിടുന്ന മറ്റേ പിന്നെ എന്തായിരുന്നു, പിന്നെ കുറച്ച് 2 കമ്മൽ അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെൻസിലിനോ ഡയറിക്ക് എന്തിനൊക്കെ വേണ്ടിയിട്ട് 2 കൂടെ അടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ സൗണ്ട് മാറ്റിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിൽ വോയിസ് ഓവർ മാറ്റി കൊടുക്കുന്ന വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിലുള്ള സൗണ്ട് കൊടുത്ത ശരിയല്ല. 2 കൂടെ അടി ഉണ്ടാക്കുന്ന സൗണ്ടാണ് കേൾക്കുക. കിച്ചണിലുണ്ട് കുറച്ച് പരിപാടികളുണ്ട്. കിച്ചണിൽ ഇതൊക്കെ ഒന്ന് ഒതുക്കാണ്ട് അവർ അപ്പോൾ ഉറങ്ങി, പിള്ളേരാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് ഇപ്പോൾ അതേ ചായ കുടിക്കുന്നുള്ളൂ. എനിക്കാണെങ്കിൽ പോകുമ്പോഴേക്ക് ഛർദിയുടെ മരുന്നുണ്ട്. ഛർദിക്ക് ഞാൻ ഈ വണ്ടിക്ക് പോകുമ്പോഴേ, ഈ ബസ്സിനോ കാറിനോ എന്തിനാണെങ്കിലും പോകുമ്പോൾ ഛർദിയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഗുളിക കഴിക്കണം 1 മണിക്കൂർ മുന്നേ. അപ്പോൾ ഇതില്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. ഇത് വേസ്റ്റ് കളയാനുണ്ട്. ഇല്ല, കുടിച്ച് ഞാൻ ഛർദിച്ച് ഉപ്പാടോ പോവാന്ന് പറ. അങ്ങനെ ദേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഞങ്ങൾ 1 മണിക്കാണ് ഇറങ്ങിയത്. ഫുഡൊന്നും കഴിക്കാതെ ഇറങ്ങിയത്. അപ്പം പാർക്കുട്ടീനെന്തോ പറഞ്ഞപ്പോൾ അവൾ പിണങ്ങിയിരിക്കുന്ന കേട്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാതെ ഇറങ്ങി. കുറച്ചങ്ങോട്ട് ട്രാവൽ ചെയ്ത് കുറച്ചങ്ങോട്ട് പോയതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് അവിടെ എത്തിക്കഴിയുമ്പോൾ സ്ഥലത്തിൻ്റെ പേര് നോക്കി ഓർമ്മയില്ല കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ലേഡീസിൻ്റെ നടത്തുന്നൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഫുഡ് കഴിക്കാറ് ഞങ്ങൾ. നല്ല ഫുഡായിരുന്നു. അതൊക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതേ പാറക്കുട്ടി ഫോണും കളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ കിടന്നുറങ്ങുന്ന. അങ്ങനെ ഈ റോഡിൻ്റെ പണി, NHൻ്റെ പണി, വീതി കൂടുകയാണല്ലോ റോഡിൻ്റെ. അപ്പോൾ അത് കാരണം മൊത്തം എല്ലാ ഭാഗത്തും ബ്ലോക്കാവുക. ഓരോരോ വഴി തിരിച്ചിട്ടാണ് ഇവർ വിടുന്നത്. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 7:15 7:08 തോന്നുന്നുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് അവിടെ കോഴിക്കോട് എത്തി. പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ കുറച്ച് ബേക്കറിയൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ബേക്കറിയിൽ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ബേക്കറി മേടിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെ അനിയൻ്റെ മോനില്ലായിരുന്നു. അവനവൻ്റെ മാമൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവനെ വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു കേട്ടോ. അത് അങ്ങനെ അവനോടൊക്കെ കുറച്ച് കത്തിയൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ പൊറാട്ടയും ജിഞ്ചർ ചിക്കനും പെപ്പർ ചിക്കനും, ജിഞ്ചർ ചിക്കൻ അല്ല ചില്ലി ചിക്കൻ, അതും ഓർഡർ ചെയ്തിട്ടുണ്ട് അവർ. അങ്ങനെ അതെല്ലാം കഴിച്ച്